ടീന സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒബ്ബട്ടാണ്. ഒബ്ബട്ട് കർണാടകയിലെ ഒരു ഡിഷാണ്. ഇത് നോർത്തിൽ പൂരൻ പോളി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിവിടെ ഉഗാദി ഫെസ്റ്റിവലിനാണ് ഉണ്ടാക്കാറ്. നമ്മുടെ വിഷു പോലെ ഇവിടെ ഉഗാദിക്കാണ് ഉണ്ടാക്കാറ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിലോട്ട് ഒരു നുള്ളുപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മൊത്തം യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് മാവ് നനച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ചപ്പാത്തിയുടെ പോലെ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത പരുവമല്ല, ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ അതുവരെയ്ക്കും നമ്മൾ വെള്ളം ചേർത്ത് ഇത് കുഴയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നനച്ച് കുഴച്ചെടുക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇച്ചിരി കയ്യിലൊട്ടുന്ന പരുവാണ്. ഇനി അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിന് കുക്കിംഗ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയൊന്നും അല്ല ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാനും പാടില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. എന്നിട്ട് ഇത് നമ്മൾ കവർ ചെയ്ത് ഒരു 3 hours, അപ് ടു 3 hours, 2.5 to 3 hours നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തത്തെ ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് 1 കപ്പ്, നമ്മൾ മൈദാമാവ് ഏത് കപ്പിന് അളന്നോ അതേ കപ്പിന് 1 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴുകി അതിലോട്ട് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ ഇതിലോട്ടും ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ എണ്ണയും. ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. 2 സ്റ്റീം വന്നതിന് ശേഷം ഇത് ഓഫാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കര 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കടലപ്പരിപ്പ്, വെന്ത കടലപ്പരിപ്പും ഈ ശർക്കരയും കൂടെ നമ്മൾ യോജിപ്പിക്കും. ശർക്കരയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് വൃത്തിയുള്ള ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അരിച്ച് വേണം എടുക്കാൻ. നമ്മുടെ കടലപ്പരിപ്പും വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല, അത് ഇങ്ങനെ വേറെ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് ഞെക്കുമ്പോൾ അത് ഉടയണം. അതാണ് അതിൻ്റെ വേവ്, കറക്റ്റ് വേവ്. അപ്പോൾ അതും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പരിപ്പും ശർക്കരയും കൂടി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് വെന്ത വെള്ളം യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ശർക്കര ഉരുക്കിയ വെള്ളം അതിൽ കാണും. അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു ഡ്രൈ ആയിട്ടൊരു മിക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആ പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഞാൻ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചൊഴിക്കാം. ഞാൻ ഒരിക്കൽ ശർക്കരയിൽ അത്ര അഴുക്കൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അരിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ നമ്മളൊന്ന് തിളപ്പിക്കുകയാണ്, കാരണം ആ ശർക്കര ഒന്ന് അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് കൂടെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലോട്ട് ആഡ് ചെയ്ത് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അതായത് നമ്മൾ അരയ്ക്കുമല്ല, ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ആവുക, പൊടിഞ്ഞു പോകുന്ന രീതിയിൽ. അപ്പം ഇതിലോട്ട് ഞാൻ ആ ശർക്കരയുടെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, വെറും പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഉണ്ടാവുക. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനും. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കയ്യിലെടുത്ത് അതൊരു ഉരുള പിടിക്കാൻ പറ്റണം, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഉരുള പിടിക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ ഇതൊരു 3 hours ആയി നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എണ്ണ അതുപോലെ തന്നെ മുകളിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെവിടെയാണ് പരത്തുന്നത് അവിടെ ഇച്ചിരി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒരു ചെറിയ ഉരുള മൈദയുടെ ആ മിക്സ്ചർ നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് വലിയണം. നമ്മൾ ഇപ്പോൾ എടുക്കുമ്പോൾ കണ്ടില്ലേ മാവ് വലിയുന്നുണ്ട്, അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമ്മുടെ കൈയിൻ്റെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ഫില്ലിങ് ഒരു ചെറിയ ഉരുള എടുത്ത് അതിലോട്ട് വെച്ച് നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വെച്ച് നമ്മൾ ഈ മാവ് നമ്മളൊന്ന് കവർ ചെയ്യും. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മാവ് നമ്മളതങ്ങ് പിൻ ചെയ്ത് കളയും. അപ്പം നമ്മുടെ ഫില്ലിങ് വെച്ചതിന് ശേഷം മൈദ മാവ് എല്ലാ സൈഡിലും കവറായതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എക്സ്ട്രാ മാവ് നമ്മൾ എടുത്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വരുന്ന മാവൊന്ന് ഇങ്ങനെ പിൻ ചെയ്തങ്ങ് മാറ്റുക. അത് പിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ പതുക്കെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളൊന്ന് അത് ഉരുട്ടി അത് നമ്മുടെ കയ്യിൽ വെച്ച് പരത്താൻ പറ്റുന്ന അത്രയും പരത്തുക. എന്നിട്ട് നമ്മൾ അരിപ്പൊടി തൂത്ത് ആ ബോർഡിലോട്ട് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല, റൗണ്ടോ ഓവലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് പരത്തിയെടുക്കാം. അകത്തത്തെ ഫില്ലിങ് അധികം പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. നമ്മളാദ്യം പ്രഷർ കൊടുത്തിത് പരത്താൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ നിരത്തുന്ന കണക്ക് അത്രയും പ്രഷറൊന്നും കൊടുക്കാൻ പാടില്ല. പതുക്കെ പരത്തണം. അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടി തൂത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നാട്ടിലൊക്കെ വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വെച്ചും നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് റെഡി ആവുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് തവയിലോട്ട് ഇത് നമുക്ക് ഇട്ട് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അധികം ചൂട് വേണ്ട, ജസ്റ്റ് മീഡിയം ചൂടിലിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് തിരിച്ചും മറിച്ചും നമുക്കിത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം അവസാനം നമുക്കിച്ചിരി നെയ്യ് തൂത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒബ്ബട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ഒബ്ബട്ടാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. അതിലോട്ട് ഇച്ചിരി നെയ്യ് തൂത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ അതിലും ടേസ്റ്റാണ്. അകത്തത്തെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.